ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ഓലൻ കറിയാണ്. കുമ്പളങ്ങ വെച്ചിട്ട് നല്ലൊരു ഓലൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അധികം ചേരുവകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഓലൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഓലൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇളവെന്നും പറയും. ഇത് മൂപ്പ് കുറഞ്ഞത് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. മൂപ്പ് കൂടിയതാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മൂപ്പ് കുറഞ്ഞ കുമ്പളങ്ങ വേണം നമുക്ക് ഇതിലേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിനി അരിഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ കുമ്പളങ്ങ ഇവിടെ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുത്തത്. ഇത് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 മുളക് എടുത്തിട്ടുണ്ട്. അത് എരിവിന് ആവശ്യമായിട്ട് കൂട്ടിയും കുറച്ചിടാം. നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് നല്ല എരിവുള്ള മുളക് 2 ഇട്ടാൽ മതിയാവും. ഞാനിവിടെ 3 മുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. അതിൻ്റെ 2ാം പാല് നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പകുതി വേവായിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലെ തേങ്ങാപ്പാലൊക്കെ കുറച്ചൊന്ന് വറ്റി വരും. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ തുറന്ന് വെച്ച് വേവിച്ച ശേഷം ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്പളങ്ങയും കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് ഉടച്ചു കൊടുത്താൽ മതി. ഇഷ്ടമില്ലാത്തവർക്ക് ഉടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് കയ്യിൽ വെച്ചിങ്ങനെ ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് 1ാം പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ 2ാം പാലാണ് ചേർത്തത്. ഈ സമയം നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനിയും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ ഈ സമയം ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ തേങ്ങാപ്പാൽ നല്ലതുപോലെ ഒഴിച്ചത് കൊണ്ട് ഈ കറി പെട്ടെന്ന് കേടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അന്ന് തന്നെ കഴിക്കാൻ എല്ലാവരും നോക്കാം. ഇതിപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. തിളപ്പിച്ചാൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആയതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കയ്യിൽ വെച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി മണമാണ്. ഇത് തുറക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെയും ആ കറിവേപ്പിലയുടെ ഒക്കെ മണം ഈ ഓലനിക്ക് ചെന്നപ്പോൾ നല്ല കിടിലൻ ഓലനായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിലങ്ങനെ എരിവ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളി കറിയാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ ഓലൻ കറി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എല്ലാവരും ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഈ ഒരു ഓലൻ കറി വെച്ച് എല്ലാവരും സദ്യ കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്ക് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.